ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു പുതിയ വീഡിയോ ആണ്. നമ്മളൊരു ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ ഒന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മളെടുത്ത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ഇഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് സെറ്റാക്കുകയാണ്. അപ്പോൾ വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് കഴുകിയെടുക്കുകയാണ്. അതിനൊരു ഉള്ളി എടുത്തിട്ടുണ്ട്, അതൊന്ന് അരിഞ്ഞ് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അരിഞ്ഞ ഉള്ളികളും തക്കാളികളും എല്ലാം അവിടെ എടുത്തിട്ട് പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു മുറിയല്ല, ഒരു നാരങ്ങ മൊത്തം പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അതേ കുറച്ച് 2 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ചിക്കൻ മസാല അത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി 2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് ഗരം മസാല കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് അടിച്ച് വരാം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം കേക്ക് വൃത്തിയാക്കിയ ചിക്കനിലേക്ക് നമ്മൾ എല്ലാം കൂടി ഒന്ന് മിക്സാക്കുകയാണ്. നേരത്തെ അരച്ച് വെച്ച മിക്സിലേക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി വേണ്ടി കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ആ ചിക്കനൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ കുറച്ച് അതിലേക്ക് ഈ മല്ലിച്ചപ്പ്, കറിവേപ്പില എല്ലാം കൂടി ഒന്ന് അതിൽ നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ
അപ്പം ബാക്കി വന്ന നമ്മളെ ചിക്കൻ്റെ പാർട്സുകളില്ലേ അതെല്ലാം കൂടെ നമ്മളൊന്ന് അതിലേക്ക് തന്നെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് മുകളിലേക്ക് കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് ചേർത്ത് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്നതെന്താ വെച്ചാൽ നമ്മൾ ഓല അതിൻ്റെ ഒരു പാന്തം അത് പൊളിച്ചിട്ട് ഇതെല്ലാം കൂടി നമ്മൾ തുന്നി കെട്ടുന്നുണ്ട്. അതെല്ലാം കൊണ്ടൊന്ന് വെളിയിൽ പോകാതെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുന്നി കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം നമ്മൾ നിറച്ചിട്ട് തുന്നിക്കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതങ്ങനെ ഒരു അരമണിക്കൂർ അങ്ങനെ തുന്നിക്കെട്ടി വെച്ചവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കാല് കുഴിച്ചിട്ടുണ്ട്, ഒരു മരത്തിൻ്റെ കാല് കുഴിച്ചിട്ടിട്ട് അടിയിൽ കുറച്ച് വാഴയിലൊക്കെ വെച്ചിട്ട് ആ ചിക്കൻ നമ്മൾ അതിൻ്റെ മുകളിലൊന്ന് കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മളൊരു വെളിച്ചെണ്ണൻ്റെ ഒരു കപ്പില്ലേ ആ സാധനം ഒന്ന് അതിൻ്റെ മുകളിൽ കമത്തി വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ടൈറ്റാക്കി നിർത്തി കല്ലൊക്കെ വെച്ച് ഒന്ന് ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ടേ. ഇനി നമ്മൾ കുറച്ച് വിറക് എല്ലാം കൂടി കൂട്ടിയിട്ട് എല്ലാം കൂടെ അതിൻ്റെ മുകളിലൊന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് കത്തിച്ച് കൊടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ തീയൊക്കെ കൊടുത്ത് നല്ലോണം ഒന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ ഒന്ന് കത്തിട്ട് വരട്ടെ. അപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ വിറകൊക്കെ ഒന്ന് കത്തിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണേ. അപ്പോൾ നമ്മളത് ഒന്നിച്ചങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളെടുത്തിട്ട് ഒരു ഇലയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇലയിൽ വെച്ചിട്ട് കുറച്ച് പൊറോട്ട വെച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് മയോണൈസ് ഒഴിച്ച് കൊടുക്കുകയാണ്. എല്ലാം കൂടി ഒന്ന് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.